വഔഹൈന ഇലാ ഉമ്മി മൂസ അൻ അർദിഇഹി. അതിൻ്റെ ആ വിഷയങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു പണ്ഡിതൻ ആ ആയത്ത് വായിച്ചിട്ട് പറഞ്ഞൊരു വിഷയം, സഹസ്രാബ്ദങ്ങൾക്കപ്പുറം നടന്നൊരു വിഷയമാണ് മൂസയുടെ ഉമ്മയുടെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ മൂസാക്ക് ജന്മം നൽകുമ്പോൾ അന്നത്തെ സാഹചര്യം, മിസ്റിന്റെ സാഹചര്യം ഭയാനകമാണ്. ജനിക്കുന്ന കുഞ്ഞിനെ ആ ഉമ്മയുടെ കൺമുമ്പിലിട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ, അറുക്കുക എന്ന് പറഞ്ഞാൽ യുദബ്ബിഹൂന അബ്നാഅഹും എന്നാണ്. ദബ്ബഹ എന്ന് പറഞ്ഞാൽ ദബഹല്ല, സാധാരണ അറവല്ല. പിന്നെ യുദബ്ബിഹൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അറവ് ക്രൂരമാണ്, അസഹ്യമാണ്. ജന്മം നൽകിയ ഉടനെ ഒരു ഉമ്മന്റെ മുന്നിട്ട് കുഞ്ഞിനെ അറക്കുന്ന വിഷയം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ അതിൽ നിന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ള വിഷയങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. പക്ഷേ അവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് എന്താ? വഔഹൈന ഇലാ ഉമ്മി മൂസ അൻ അർദിഇഹി, കുട്ടിക്ക് പാല് കൊടുക്കണം എന്നാണ്. പ്രസവിച്ച ഉടനെ അള്ളാഹിന്റെ കാവലിനും സംരക്ഷണത്തിനും ഈ കുഞ്ഞിനെ നദിയിലേക്ക് ഇടുകയാണ്. പടച്ചോന്റെ പരിരക്ഷണം സംരക്ഷണം ഉണ്ട്. പക്ഷെ എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല അർദിഇഹി എന്ന് പറഞ്ഞു. ഉമ്മ പാല് കൊടുക്കണം കുട്ടിക്ക് എന്നുള്ള കാര്യം അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകം പറഞ്ഞു. പ്രസവിച്ച മാതാവ് ഒരു കുഞ്ഞിന് തൻ്റെ അമ്മിഞ്ഞ പകരുന്നതിൻ്റെ പ്രാധാന്യം, അതിനുള്ള അറിയിപ്പ്, അത് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ഉമ്മക്ക് ബോധനം നൽകിയത്, ഒരു ഉമ്മക്ക് അള്ളാഹു നൽകിയ ബോധന. അതിൽ നമ്മൾ വായിക്കുന്നുവെങ്കിൽ ഉമ്മമാർ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മിഞ്ഞ പകരുന്നതിൻ്റെ വിഷയം, അതിൽ ഒരു പഠനം ഞാൻ ഈ ആയത്തിലെ തഫ്സീറിൽ വായിക്കേണ്ടായി. അതൊക്കെ ഒരു കേവല പാരായണത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല, പിന്നെയോ കൂലങ്കഷമായ പഠനത്തിലൂടെ വായനയിലൂടെ ലഭിക്കുന്ന വിഷയമാണ്. സാബിത്തുൽ ബുനാനി, അനസ് റളിയല്ലാഹു തആലാന്റെ ഏറ്റവും പ്രബല ശിഷ്യനായ താബിഈ പണ്ഡിതൻ, അദ്ദേഹം പറയുന്നത് കാബത്തുൽ ഖുർആന 20 സന സുമ്മ തമത്തഅതു ബിഹി 20 സന എന്നാണ്. ഖുർആനിൽ ഞാൻ 20 കൊല്ലം വ്യാപൃതനായി, നന്നായി അധ്വാനിച്ചു. അതിനാൽ തന്നെ തുടർന്ന് 20 വർഷം ഖുർആനിൽ ഞാൻ നന്നായി ആസ്വദിച്ചു എന്നാണ്. സാബിത്തുൽ ബുനാനി താബിഈങ്ങളിൽ മുഖ്യൻ പ്രധാനി, അനസ് റളിയല്ലാഹുവിന്റെ പ്രബല ശിഷ്യൻ സാബിത്തുൽ ബുനാനി. അദ്ദേഹം ഖുറൈശിയാണ്. ബുനാനി എന്നുള്ളത് ബനാനയിലേക്ക് ചേർത്താണ്. ബനാന ഇബ്നു ലുഅയ് ഇബ്നു ഗാലിബ് ഇബ്നു ഫിഹിർ ഇബ്നു മാലിക് ഇബ്നു നദർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർവ്വപിതാക്കളിലേക്ക് ചേർക്കുന്ന പരമ്പരയിലുള്ള വ്യക്തിയാണ് സാബിത്തുൽ ബുനാനി. അനസ് റളിയല്ലാഹുവിന് ഭയങ്കര മതിപ്പ് പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നന്മയുടെ താക്കോലുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. മഫാത്തിഹുൽ ഖൈർ, മഗാലിക ലിശ്ശർ, തിന്മക്ക് പൂട്ടുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു നന്മക്ക് താക്കോല് നിശ്ചയിച്ചതിൽ ഒരു നന്മയുടെ താക്കോലാണ് സാബിത്തുൽ ബുനാനി എന്ന് അനസ് റളിയല്ലാഹു അൻഹു മതിപ്പ് പറയുന്നു. വളരെ ശ്രേഷ്ഠനായ ഒരു താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, 20 കൊല്ലം ഖുർആനോട് ഞാൻ മുഖാബദ, അക്ഷീണ അവിശ്രമ പരിശ്രമം, അധ്വാനം പഠനത്തിൽ. അതുകൊണ്ട് തന്നെ പിന്നെ 20 വർഷം ജീവിച്ചു. അത് ഖുർആൻ ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് എനിക്ക് സാധ്യമായി എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചരിതർ അവരെങ്ങനെയായിരുന്നു ഖുർആനെ മുഖവിലേക്കെടുത്തത്, ശ്രദ്ധിച്ചത്, പരിഗണിച്ചത്? ധാരാളം ഉദാഹരണങ്ങൾ.